നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിജോസ് ടൈനി പ്ലാനറ്റിലെ 360 വീഡിയോസാണ്. മൊബൈൽ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലൊന്ന് ചെറുതായിട്ട് അനക്കി നോക്കുക. നിങ്ങൾ ഡെസ്ക്ടോപ്പിലാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൗസ് യൂസ് ചെയ്ത് ചുറ്റും കാണാൻ സാധിക്കും. നിങ്ങൾ ടി വി ആണെങ്കിൽ റിമോട്ടിലെ ആരോ കീസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. വാച്ച് ചെയ്യുമ്പോൾ ഫുൾ റെസൊല്യൂഷനിൽ വാച്ച് ചെയ്യുക, നല്ല എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ന്യൂയോർക്ക് വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ന്യൂയോർക്കിൻ്റെ അടുത്ത സ്പോട്ടായ ചെൽസി മാർക്കറ്റ് ഒരു ഫുഡ് ഹാളാണ്, ഷോപ്പിംഗ് മാളാണ്. അവിടെ ഓഫീസ് ബിൽഡിങ്സ് ഉണ്ട്, ടെലിവിഷൻ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ പല രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് ചെൽസി മാർക്കറ്റ്. അത് സ്ഥിതി ചെയ്യുന്നത് മാൻഹാട്ടനിൽ, ന്യൂയോർക്ക് സിറ്റിയിലാണ്. ഞങ്ങൾ ആദ്യം ഈ ചെൽസി മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയത് ഹൈലൈനിലൂടെ കടന്നു പോയപ്പോഴാണ്. ഹൈലൈനിൻ്റെ 10th അവന്യൂയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ചെൽസി മാർക്കറ്റിൻ്റെ ഇത് കാണുന്നുണ്ട്. അവിടെ അതിൻ്റെ ബ്രിഡ്ജ് മേളിൽ കൂടെ കടന്നു പോകുന്നതും അതൊക്കെ നമുക്ക് കാണാം. ആയിരത്തി 1890 ആദ്യം ഇത് കൺസ്ട്രക്ട് ചെയ്തത്. അത് അന്നത്തെ നാഷണൽ ബിസ്ക്കറ്റ് കമ്പനി, അതായത് നമ്മുടെ ഓറിയോയുടെ മെയിൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തതാണ് അവിടെ. പിന്നീട് അത് ഗ്രാജുവലി അവിടെ പല സ്ഥാപനങ്ങളും വരികയും അങ്ങനെ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മാറിയതാണ്. അപ്പം നമ്മളിപ്പോൾ ചെൽസി മാർക്കറ്റ് ഉള്ളിലേക്ക് കയറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൻട്രൻസിലൂടെയാണ് കയറുന്നത്. ഇതിന് പല രീതിയിൽ പല സൈഡിൽ നിന്നും എൻട്രൻസുകളുണ്ട്. ഇപ്പോൾ ആദ്യം ഞങ്ങൾ ഹൈലൈനിലൂടെ കടന്നു പോയപ്പോൾ അവിടെ കുറേ ഫുഡ് കോർട്ട്സും ഫുഡ് കൗണ്ടേഴ്സൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പതുക്കെ ഉള്ളിലേക്ക് കയറാണ്. ഇവിടെ ഒരു ഫ്ലീ മാർക്കറ്റ് പോലത്തെ ഒരു കൺസെപ്റ്റാണ്. അതായത് നമ്മുടെ ഡ്രസ്സുകളും ലേഡീസിൻ്റെ ഓർണമെൻറ്റ്സും പെയിൻറ്റിങ്സും ആർട്ട് വർക്കുകളും പല സാധനങ്ങളും ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു സെൻട്രലൈസ്ഡ് AC ഒരു ഏരിയയാണ്. കുറേ രസകരമായ ആർട്ടിഫാക്ട്സ് നമുക്ക് കാണാം. ആർട്ട് റിലേറ്റഡ് ആണ്. കുഞ്ഞു സ്റ്റോൾസാണ്. കുഞ്ഞു സ്റ്റോൾസ് ന്യൂയോർക്കിൻ്റെ സ്പെഷ്യൽ പെയിൻറ്റിങ്സും ന്യൂയോർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ സോവറിങ്സൊക്കെ നമുക്ക് കിട്ടും. അത് കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ജസ്റ്റ് സ്റ്റെപ്സ് കയറിയിട്ട് കുറേ ഷോപ്സും ഇതുപോലെ തന്നെ പല ഷോപ്സും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ബുക്സിൻ്റെയും ഭക്ഷണത്തിൻ്റെയും. അതിൻ്റെ സ്ട്രക്ചർ തന്നെ ഒരു പഴമയുള്ളതാണ്. 1890 ക്രിയേറ്റ് ചെയ്ത ബിൽഡിങ്ങാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും. വൈൻ ഷോപ്സ് ഉണ്ട്, പല ഷോപ്സ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ശരിക്കും ഒരു മാർക്കറ്റ് ഒരു രീതിയിലാണ്. നമ്മുടെ കൊച്ചിയിലൊക്കെ ബ്രോഡ്വേ പോലത്തെ ഒരു സെറ്റപ്പാണ്. അതിൻ്റെ ഹൈ എൻഡ്.
ഞങ്ങളൊരു ബുക്ക് സ്റ്റോറിലൊക്കെ കയറി കുറേ ബുക്സൊക്കെ സെർച്ച് ചെയ്തു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങളധികം നേരം സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങളിങ്ങനെ അതിലൂടെ കുറേ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യൻ ഒരു റെസ്റ്റോറൻറ്റൊക്കെ കണ്ടു. ഛോട്ടേ മിയ എന്ന് പറഞ്ഞിട്ടൊക്കെ റെസ്റ്റോറൻറ്റ്. അവിടെ മിഠായിയും അങ്ങനെ പല പല സംഭവങ്ങളാണ് അവിടെയും കൊടുക്കാൻ വെച്ചിരിക്കുന്നത് ഇന്ത്യൻ തീമിൽ. അങ്ങനെ പല റെസ്റ്റോറൻറ്റ്സും നമ്മളവിടെ കണ്ടിരുന്നു. പിന്നെ ചോക്ലേറ്റിൻ്റെ ഇതിങ്ങനെ നീണ്ടു നിവർന്നതിന് കിടക്കുകയാണ് മാർക്കറ്റ്. ഞങ്ങൾക്ക് അധികം ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. നിയർലി ഒരു ഹാഫ് ആൻ അവർ. പിന്നെ ഞങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാനും കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ജസ്റ്റ് ഇന്ന് എത്തിയിട്ടുണ്ടായുള്ളൂ ന്യൂയോർക്കിലേക്ക്. അപ്പോൾ അങ്ങനെ ഷോപ്പ് ചെയ്യാനൊന്നും മൈൻഡില്ലാത്തതുകൊണ്ട് ഞങ്ങളധികം നേരം സ്പെൻഡ് ചെയ്തില്ല. പിന്നെ ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്നു. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഫുഡും ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഷോപ്പിങ്സാണ്. ഞങ്ങളധികം നേരം ടൈം സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഇടയിൽ കുറേ നല്ല വെള്ളം ഒഴുകുന്ന സീൻസും എലിവേറ്ററും പിന്നെ അതിൻ്റെ ഡോർസും ഇതൊക്കെ പഴമ തോന്നാവുന്ന ആൻറ്റിക് ലുക്കുള്ള ഡോർസും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.